നമസ്കാരം. എൻ്റെ പേര് ഫിലോമിന തോമസ്. ഞാൻ സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഇന്ന് ഞങ്ങളുടെ NSSലെ കുട്ടികളെയും കൊണ്ട് ഈ ആനന്ദാശ്രമം, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ആത്മീയ കേന്ദ്രമാണ് നമ്മുടെ ആനന്ദാശ്രമം എന്ന് പറയുന്നത്. അത് നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അപ്പം ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. വളരെ ആത്മീയമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അതുപോലെ തന്നെ എല്ലായിടത്തും സ്നേഹവും നന്മയും മാത്രമുള്ള, അല്ലെങ്കിൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് ആദ്യം തന്നെ വന്നത്. ഒരുപാട് സന്തോഷം ഇവിടെ വരാനും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ പ്രത്യേകം ക്ലാസ്സുകളും കാര്യങ്ങളും എടുത്തു കൊടുത്തിരുന്നു. അതൊക്കെ അവരുടെ ജീവിതത്തിന് വളരെയധികം ഗുണകരമാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ ജീവിതത്തിൽ വേണ്ടാതെ വെക്കുന്ന പല മൂല്യങ്ങളും അതിന് എത്രത്തോളം ജീവിതത്തിൽ പ്രാധാന്യമുണ്ടെന്നും അത് എത്രത്തോളം നമുക്ക് കൂടുതലായി ഉയർത്തിക്കൊണ്ട് വരണം എന്നൊക്കെ മനസ്സിലാക്കി തരാനും ഒക്കെ സാധിച്ചു. അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ പാരൻസിനോടുള്ള, മാതാപിതാക്കളോടുള്ള കുട്ടികളുടെ സ്നേഹം. ഇപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ മാതാപിതാക്കളോടൊപ്പം ഇരിക്കാനുള്ള കുട്ടികളുടെ താല്പര്യം കുറഞ്ഞു വരുന്നതിനെ പറ്റി ഒരു ചർച്ച വരികയുണ്ടായിരുന്നു. കാരണം ഇന്ന് ഫോണിൻ്റെയും മറ്റ് സോഷ്യൽ മീഡിയാസിൻ്റെയും അമിതമായിട്ടുള്ള ഇൻഫ്ലുവൻസ് കുട്ടികളെ മറ്റ് പലതിലേക്കും തിരിച്ചു വിടുകയാണ്. അവർക്ക് വീട്ടുകാരുമായി ചേർന്നിരുന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ സമയം കണ്ടെത്താനോ സമയമില്ല. പക്ഷേ അതൊക്കെ കണ്ടെത്തണമെന്നും അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ പാരൻസിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ സ്നേഹത്തിനായി നമ്മളും ഒന്നിച്ചു ചേർന്ന് ജീവിക്കണം, അതോടെ നല്ലൊരു ജീവിതം ഉണ്ടാക്കണം എന്നുള്ള പല രീതിയിലുള്ള ഐഡിയാസും കാര്യങ്ങളും സാറ് നമ്മൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ ഒരു നല്ല അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ ജീവിതത്തിൽ ഇനിയും അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. കാരണം പ്രായമായ മാതാപിതാക്കളെ നോക്കേണ്ടതും പരിപാലിക്കേണ്ടതും മക്കളായ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അതുപോലുള്ള സോഷ്യൽ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വൃദ്ധമന്ദിരങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ അതിലെ ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു ഇന്നിവിടെ ലഭിച്ചത്. എനിക്ക് എൻ്റെയും എൻ്റെ കോളേജിൻ്റെ പേരിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. നന്ദി, താങ്ക്സ്. എൻ്റെ പേര് ജിങ്കി തെരേസ. ഞാൻ വരുന്നത് സനാതന കോട്ടപ്പാറയിൽ നിന്ന് കോളേജിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രി എന്നാണ്. പിന്നെ ഞാൻ ഇവിടെ ആനന്ദാശ്രമത്തിൽ ഒരു NSSൻ്റെ വക സെമിനാർ കാണാൻ വന്നതാണ്. അപ്പോൾ നല്ല ക്ലാസ്സായിരുന്നു. പിന്നെ എനിക്ക് NSSൻ്റെ മോട്ടോ കുറച്ചങ്ങനെ മനസ്സിലായില്ല. അപ്പോൾ ഒരു വന്നിട്ടാകുമ്പോൾ അത് ഫുള്ള് എനിക്ക് മനസ്സിലാക്കേണ്ട രീതിയിൽ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ നല്ല ക്ലാസ്സായിരുന്നു. എൻ്റെ പേര് യാമിനി. ഞാൻ സനാതന കോളേജിൽ നിന്ന് വരുന്നു. ഇന്ന് NSSൻ്റെ ഭാഗമായിട്ട് ആനന്ദാശ്രമത്തിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിന് വന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ സാറ് പഠിപ്പിച്ചതിന് നമുക്ക് സമൂഹത്തിൽ എങ്ങനെ നന്നായിട്ട് ബിഹേവ് ചെയ്യാമെന്ന് മനസ്സിലായി. ബോറടിപ്പിക്കാതെ കുറച്ച് സമയം ക്ലാസ് നന്നായിരുന്നു. ഇനിയും വരാൻ സാഹചര്യം ഉണ്ടെങ്കിൽ എന്തായാലും വരും. എൻ്റെ പേര് ദേവനന്ദ. ഞാൻ സനാതന കോളേജിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇന്ന് ജീവിതത്തിനെ കുറിച്ചിട്ടും ജീവിതത്തിൽ എന്തെല്ലാം എങ്ങനെ നേരിടാൻ പറ്റും എല്ലാം ക്ലാസ്സിൽ പറഞ്ഞു തന്നു. പിന്നെ NSSനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നു. നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടതെന്നും പറഞ്ഞു തന്നു. പിന്നെ ബോറടിക്കാതെ നല്ലൊരു ക്ലാസ്സായി. കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് അറിവ് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്. താങ്ക് യു. എൻ്റെ പേര് ഷെയ്ഖ് മുഹമ്മദ് അനസ്. ഞാൻ സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വരുന്നതാണ്. ആനന്ദാശ്രമത്തിൽ കുറേ ആക്ടിവിറ്റീസും ഗ്രൂപ്പ് വർക്കായിട്ടും അവരെ നമുക്ക് പഠിക്കാനും കുറച്ചെല്ലാം കാര്യം പറഞ്ഞു തന്നതിന് നല്ല നന്ദി. അത്രയും പറയാനുള്ളൂ.